Ladies and gentlemen, this is Adarsh and welcome to my comedy. ഇപ്പൊ ദൃശ്യാണെങ്കിലും മോഹിനിയാട്ടം ആണെങ്കിലും അതേപോലെ ബ്ലാസ്റ്റ് ആണെങ്കിലും ഇതിന്റെയൊക്കെ ടെംപ്ലേറ്റ് സെയിമാ. വളരെ സിമ്പിൾ ആൻഡ് ഹാപ്പി ആയിട്ട് താമസിക്കുന്ന ഒരു ഫാമിലി. ആ ഫാമിലിയിലോട്ട് ക്ഷണിക്കപ്പെടാത്ത കുറച്ച് അതിഥികൾ വരും. പിന്നെ നടക്കുന്ന പരിപാടിയാണ് ഈ മൂന്ന് പടത്തിലും പറയുന്നത്. എന്നാൽ ഇതേപോലത്തെ ഒരു സിനിമ ഇപ്പൊ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്നു. ഈ പടത്തിലൊക്കെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണെങ്കിൽ ഇതിലൊരു അതിഥിയെ ക്ഷണിച്ചു വരുത്തുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഇന്നലെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത പടമാണ് മാ ബെഹൻ. നമ്മുടെ തൃപ്തി ടിംരി, മാധുരി ദീക്ഷിത് ഇവരൊക്കെ അഭിനയിച്ച സിനിമ. ഹിന്ദി പടം എന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കണ്ട, തമിഴ് അവൈലബിൾ ആണ്. മലയാളം ഇല്ല കേട്ടോ, മലയാളം ഇല്ല, തമിഴ് അവൈലബിൾ ആണ്. ഇതൊരു ഡാർക്ക് കോമഡി ത്രില്ലർ ആ ഒരു ജോണറിൽ വരുന്ന സിനിമയാണ്. അതായത് ഈ ഓവർ ദ ടോപ്പ് പരിപാടി. ഈ സിനിമയുടെ ആദ്യമൊക്കെ നല്ല രസമുണ്ടായിരുന്നു, കുറെ ചിരിക്കാനുള്ള സീൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സിനിമ പോകെ 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 ജോണറെ മാറി. അവസാനം ആയ സമയത്ത് വുമൺ സെന്റിമെന്റ്സ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, കണ്ണീരും കിനാവും, തേങ്ങാക്കൊല, ആ മൂഡ് തന്നെ കൊണ്ടുകളഞ്ഞു. ഇപ്പൊ ബ്ലാസ്റ്റിലാണെങ്കിൽ അവർ ആദ്യം കാണിക്കുന്ന ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടം പോലെയാണ്. അതന്നെയല്ലേ അവർ പിടിച്ചിരിക്കുന്നത്. മോഹിനിയാട്ടത്തിൽ എന്താണ് ഈ ഡാർക്ക് കോമഡി, ആ പരിപാടി ത്രൂ ഔട്ട് ദ ഫിലിം അത് തന്നെയാണ്. ദൃശ്യത്തിലാണെങ്കിൽ ട്വിസ്റ്റ്. എന്നാൽ ഇതിൽ കൊണ്ടായിട്ട് തൊലച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മാധുരി ദീക്ഷിത് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. 2 മക്കളാണ് ഉള്ളത്. 2 മക്കളുടെയും തന്തപ്പിടിമാര് വേറെയാണ്. തൃപ്തി ടിംരി ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഭർത്താവ് ഒരു മൊണ്ണയാണ്. ഒരു മൊണ്ണ ഭർത്താവും 3 ആണുങ്ങളും ഉണ്ട്. ഒരു തന്തപ്പിടി ഉണ്ട്. അതേപോലെ തന്നെ 2 അനിയന്മാരെന്തോ ഉണ്ട്. തന്തപ്പിടി മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഡാഡീനെ പോലെയാണ്. മരുമകള് ചായ ഇട്ട് തന്നാലേ അണ്ണൻ കുടിക്കും. കുഴിയിലേക്ക് കാല് നീട്ടാറായി. എന്നിട്ടും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും മാറ്റാറായിട്ടില്ല. അപ്പൊ ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. മാധുരി ദീക്ഷിത് മക്കളെ വിളിച്ച് പറയാണ്, ഇവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഇന്ന് രാത്രി, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ പടം നല്ല രസത്തിലാ പോയിണ്ടായിരുന്നു. ഭയങ്കര ലൗഡാണ്, ഓവർ ദ ടോപ്പ് ആണ്, കുറെ ചിരിക്കാനും ഉണ്ടായിരുന്നു. ഈവൻ ഫസ്റ്റ് ഹാഫ് വരെ പടം നല്ല രസം ഉണ്ടായിരുന്നു. ഇവരുടെ നെയ്ബേഴ്സിനൊന്നും ഇവരെ പറ്റുന്നില്ല. അവര് പറയുന്നത് നമ്മുടെ മാധുരി ദീക്ഷിത് ചുടയലാണ്, വിച്ചാണ്, പ്രായമാവില്ല, ആണുങ്ങളെ മയക്കാൻ നടക്കുകയാണ്. ഇതിന്റെ ഗ്ലിംസ് കണ്ടവർക്ക് അറിയാം എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല രസത്തിൽ പോയിണ്ടായിരുന്ന പടം സെക്കൻഡ് ഹാഫില് എന്തൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ട് തേങ്ങാക്കൊല കൊണ്ട് തൊലച്ചു പറഞ്ഞ വേസ്റ്റ് പടം പോലെ. ഇതൊക്കെ കാണണോ? ഇതൊക്കെ തിയേറ്ററിൽ ഇറങ്ങാത്തത് വളരെ നല്ല കാര്യം എന്നാ തോന്നിയത്. പക്ഷെ സ്റ്റിൽ ഇതിൽ എടുത്തു പറയേണ്ടത് തൃപ്തി ടിംരിയുടെ പെർഫോമൻസ്. ഭർത്താവിനെ അടിച്ച് ഓടിക്കുന്ന ഒരു സീനുണ്ട്, അത് പെട്ട സാധനമായിരുന്നു. എജാതി പെർഫോമൻസ് ആയിരുന്നു അറിയോ. and ആള് അടിപൊളി ലുക്കായിരുന്നു. മാധുരി ദീക്ഷിത്തും നൈസായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഈ കൊച്ചിന്റെ കെട്ടിയോൻ വീട്ടിലേക്ക് വന്ന ശേഷം നടക്കുന്ന ഇൻസിഡന്റ് ഒക്കെ അത്യാവശ്യം രസമുണ്ടായിരുന്നു. എന്നാൽ പോകെ 2 മക്കളെ വളർത്തുന്ന അമ്മയുടെ കഷ്ടപ്പാട്, നാട്ടുകാരെ ദ്രോഹിക്കല്, കുറെ പ്രാന്തന്മാരുടെ കഥ, അതൊക്കെ ഭയങ്കര സെന്റിമെന്റ്സ് ടൈപ്പിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കരി എന്നുള്ള രീതിയിലോട്ടാക്കി. ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ എനിക്കൊന്നും ലോകത്ത് ഒരുത്തനും കരയില്ല. കരഞ്ഞവൻ മണ്ടൻ. മേ ബി ഇതിന്റെ ഡയറക്ടർ കരഞ്ഞുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇജാതി മണ്ടത്തരം എടുത്തു വെച്ചത്. എന്നിട്ട് ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഉണ്ട്, മറ്റേ റെട്രോന്റെ ക്ലൈമാക്സ് പോലെ തള്ളയും മക്കളും കൂടി ഒക്കെ ഇരുന്ന് ചിരിക്കുന്നു. ഒക്കെ അതിന് ഭ്രാന്തായി തോന്നുന്നു. റെട്രോന്റെ ഡയറക്ടർ ഈ സിനിമയുടെ സെറ്റിൽ വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവുക. ക്ലൈമാക്സ് ഒക്കെ കൊണ്ട് തൊലച്ചു. എന്തിനിങ്ങനെ ഒരു ക്ലൈമാക്സ്? ഒന്നെങ്കിൽ ഒരാളെ കൊല്ലുകയാണ് വെച്ചാൽ വൃത്തിക്ക് കൊല്ലുക, അതുമില്ല. ടു മീ ദിസ് ഈസ് എ വെരി 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 ബിലോ ആവറേജ് പടം. ആവറേജ് പോലും ഞാൻ പറയില്ല, ബിലോ ആവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ നല്ല സിനിമ എത്രയോ ഉണ്ട്. ഈ ടെംപ്ലേറ്റ് മാറ്റി പിടിയടേ, മടുത്ത്. എത്ര പടത്തിലാണ് ഈ ടെംപ്ലേറ്റ് വരുന്നത്? വളരെ സിമ്പിളായി ജീവിക്കുന്ന കുടുംബം, ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ വരുന്നു, പിന്നെ നടക്കുന്നത് മടുത്തു. ഇനി നോക്കിക്കോ, ഇപ്പൊ ബ്ലാസ്റ്റ് ഹിറ്റായി, മോഹിനിയാട്ടം ഹിറ്റായി, സകലമാൻ ഇൻഡസ്ട്രിയിൽ നോക്കിക്കോ, ഇതേ ഒരു ടെംപ്ലേറ്റ് തന്നെ ഇനി എടുക്കാൻ നോക്കും, വെറുപ്പിച്ച് കൊല്ലും. എനിക്ക് ഇനി പരിമള ആൻഡ് കോ പറഞ്ഞിട്ട് ജയറാമേട്ടന്റെ ഒരു പടം വന്നിട്ടുണ്ട്, അതിന് വരെ ഈ സെയിം ടെംപ്ലേറ്റ് ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. വേണ്ടവർ കണ്ടു നോക്കാം. മലയാളം അവൈലബിൾ അല്ല, തമിഴ് ഭാഷ അവൈലബിൾ ആണ്. മാ ബെഹൻ is streaming on Netflix.